പാരിയത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടിക്കായി അഭിഭാഷക കമ്മീഷൻ എത്തിയില്ല. ഇന്ന് പോലീസ് ഇടപെടൽ ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. പാരിയത്തുകാവിൽ CPM നേതൃത്വത്തിൽ സമരസമിതിയുടെ പ്രതിഷേധം തുടരുകയാണ്. കോടതി വിധി എതിരായാലും വീട് വിട്ടിറങ്ങില്ല എന്നുള്ള കാര്യം പ്രദേശവാസികൾ ആവർത്തിച്ചു പറയും. കേസിൽ സംസ്ഥാന സർക്കാർ ഇടപെടും എന്ന ഉറപ്പ് ലഭിച്ചുവെങ്കിലും പ്രദേശവാസികൾക്ക് ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ ഇത്രയും കാലം കോടതികളെടുത്ത സമീപനം മുന്നിലുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്ത ആളുകൾക്കുണ്ട്. കോടതി വിധി എതിരായാലും ഞങ്ങൾ ഈ ഭൂമി വിട്ട് ഇറങ്ങില്ല എന്ന് പ്രദേശവാസികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, മന്ത്രിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് 19 ഏക്കർ അളക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അത് എന്തായാലും ചെയ്യാം. പിന്നെ നമ്മുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാർ കക്ഷി ചേർന്ന് പേപ്പർ കോടതിയിൽ തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ DYFIയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്, പ്രതിഷേധ സദസ്സ് നടന്നത്. CPIMന്റെ ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സമരത്തിൽ പങ്കെടുത്തു. ഒപ്പം പ്രദേശവാസികളും സമരസമിതി നേതാക്കളും സജീവമായി ഉണ്ടായിരുന്നു. ജനങ്ങൾ അവർക്ക് അനുകൂലമായ തീരുമാനം വരുന്നതുവരെ സമരത്തോടൊപ്പം നിൽക്കും എന്നാണ് CPM വ്യക്തമാക്കുന്ന കാര്യം. തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമര സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബങ്ങളാണ്, ദളിത് കുടുംബങ്ങളാണ്. ഞങ്ങൾക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരെ വഴിയാധാരാക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന് പ്രതിരോധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ പോലീസ് വന്ന് ആക്ഷൻ എടുത്തപ്പോൾ നമ്മൾ പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മഴയത്ത് ഈ കുടുംബം തെരുവിൽ കിടക്കേണ്ടി വരില്ലേ? വിധി നടപ്പാക്കാൻ വന്നവരെല്ലാം തിരിച്ചുപോയി AC മുറിക്കകത്ത് വിശ്രമിക്കും. ഈ കുടുംബങ്ങൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഈ കുടുംബങ്ങളും അവരുടെ കുഞ്ഞുമക്കളും തെരുവിലേക്കാവും. പോലീസ് സംരക്ഷണം ഇല്ലാത്തതിനാൽ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സമരസ്ഥലത്തേക്ക്, ഇവരുടെ വീടുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഇന്നതുകൊണ്ട് സമാധാനപരമായിരുന്നു അന്തരീക്ഷം. എന്നാൽ തിങ്കളാഴ്ചത്തെ കോടതി ഇടപെടലിന് ശേഷം എന്ത് സംഭവിക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അഭിപ്രായം കോടതി ആരായുമോ, അതല്ല വിധി നടപ്പിലാക്കാനുള്ള തീരുമാനം വീണ്ടും കോടതി പറയുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് വിധി എതിരായാൽ പുനരധിവാസം എന്ന സർക്കാരിൻ്റെ ഓഫർ ഇവിടുത്തെ ആളുകൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും സങ്കീർണമായി തന്നെ പ്രശ്നം തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ബിനു തോമസിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.